ഞാൻ സ്വാതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്ന ചാപ്റ്ററിനകത്തെ എക്സസൈസ് പാർട്ടാണ്. എക്സസൈസ് 11.5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെ വീഡിയോസും അതിന് വാട്ട് ഈസ് ഇക്വേഷൻ, അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, ഈ പോർഷൻസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കണ്ട് ആ വീഡിയോസ് മനസ്സിലാക്കിയതിന് ശേഷം ഈ എക്സസൈസ് പാർട്ടിലോട്ട് വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളും സജഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം വരികയാണ്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അഡ്വാൻസ് ആയിട്ട് ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര എന്ന സെക്ഷനിലെ എക്സസൈസ് നമ്പർ 3. Pick out the solution from the values given in the bracket next to each equation. Show that the other values do not satisfy the equation. ഓക്കെ, അതായത് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ആ ബ്രാക്കറ്റിൽ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ നമ്മൾ ആ ബ്രാക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതണം. പിന്നെ അത് മാത്രമല്ല, ബാക്കി വാല്യൂസ് എന്തുകൊണ്ടാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതെന്നും കൂടെ നമ്മളവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എക്സസൈസിലെ 3rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കാം. ഈയുടെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷന് എമ്മിന് സ്യൂട്ടായിട്ടുള്ള വാല്യൂസ്, അതായത് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എമ്മിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ബാക്കി വാല്യൂസ് എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് നമ്മളിവിടെ കാണിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് 5m = 60 എന്ന ഇക്വേഷനാണ്. 5m = 60 അവിടെ അതാണ് ഇക്വേഷൻ. അതിലെ വേരിയബിളാണ് എം. ഇതാണ് അതിൻ്റെ LHS പാർട്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് RHS പാർട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷനിൽ വേരിയബിളിന് വാല്യൂ കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അതിൻ്റെ LHS പാർട്ടും RHS പാർട്ടും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. ഓക്കെ, വേരിയബിളിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന LHS പാർട്ടും RHS പാർട്ടും ഈക്വൽ ആയാലാണ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയണ്ടേ. ഏത്? ആ വേരിയബിളിൻ്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ എമ്മിന് ഓരോ വാല്യൂസ് എടുത്ത് നോക്കുകയാണ്. ആദ്യം എമ്മിനെ എടുക്കാൻ പോകുന്നത് m = 10 ആണ്. ഓക്കെ, m = 10 എടുക്കുമ്പോൾ LHS പാർട്ട് എന്ന് പറയുന്നത് 5m ആണ്. 5 ഇൻറ്റു എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ 10 എന്ന് കൊടുത്തു. ആൻസർ കിട്ടുന്നത് 50 എന്നാണ്. 50 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 60 ആണ് അല്ലേ. LHS പാർട്ടാണ് 50, RHS പാർട്ട് 60 ആണ്. നമുക്ക് എന്ത് പറയാം? LHS നോട്ട് ഈക്വൽ ടു RHS. സോ m = 10 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ 5m = 60. ക്ലിയർ ആണല്ലോ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും 10 എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഇക്വേഷനിൽ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമുക്കിവിടെ 10 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് 5 ആണ്. m = 5. സെയിം LHS പാർട്ട് കാണാം. 5m. 5 ഇൻറ്റു എമ്മിന് നമ്മൾ 5 എന്ന് കൊടുത്തു. ആൻസർ 25 ആണ് വന്നത്. 25 നോട്ട് ഈക്വൽ ടു 60 ആണ്. അതെ, LHS പാർട്ട് നോട്ട് ഈക്വൽ ടു RHS പാർട്ടാണ്. സോ നമുക്ക് m = 5 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ 5m = 60. ഓക്കെ, 5m = 60 എന്ന ഇക്വേഷനിൽ എമ്മിൻ്റെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, ഇവിടെ കിട്ടുന്ന LHS പാർട്ടിൻ്റെ വാല്യൂവും RHS പാർട്ടിൻ്റെ വാല്യൂവും ഡിഫറെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിവിടെ എമ്മിന് 5 എന്ന് എടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എമ്മിന് നമുക്ക് 12 എന്ന് എടുത്ത് നോക്കാം. m = 12. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ LHS പാർട്ട് എന്ന് പറയുന്നത് 5m = 5 ഇൻറ്റു 12 = 60. ഓക്കെ, അപ്പോൾ LHS പാർട്ട് നമുക്ക് കിട്ടിയത് 60 ആണ്. RHS പാർട്ട് എത്രയാണ് തന്നിരിക്കുന്നത്? അതും 60 ആണ്. LHS = RHS. സോ m = 12 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഈ ഇക്വേഷനിൽ എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ 12 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ എത്രയാണ്? LHSൽ 60 ആയിരിക്കും. അത് തന്നെയല്ലേ RHSലുള്ളത്. സോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും വെൻ m = 12. ഓക്കെ, അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ 12 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു വാല്യൂ കൂടി ഉണ്ട് 15 എന്ന് പറഞ്ഞിട്ട്. അതും കൂടെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. m = 15. ഓക്കെ, അപ്പോൾ LHS = 5m. 5 ഇൻറ്റു 15. ഓക്കെ, 25. 5
ഓക്കെ, അപ്പോൾ ഇവിടെയും വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. LHS നോട്ട് ഈക്വൽ ടു RHS ആണ്. സോ MS ഈക്വൽ ടു 15 ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ 5M is equal to 60. ഓക്കെ, 5M is equal to 60 എന്നുള്ള ഇക്വേഷനിൽ എമ്മിന് നമുക്ക് 15 എന്ന് കൊടുക്കാൻ പറ്റില്ല. 15 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ LHS പാർട്ടിന് കിട്ടുന്ന വാല്യൂവും RHS പാർട്ടിൽ കിട്ടുന്ന വാല്യൂവും ഡിഫറെൻ്റ് ആണ്. അത് രണ്ടും ഈക്വൽ ആയാലേ ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ബിയിൽ പറയുന്നത് n+2 ഇസ് ഈക്വൽ ടു 20 എന്നാണ്. അവിടെ എന്നിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യോ ഇല്ലയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിന് ആദ്യം ഞാൻ 12 എന്ന് കൊടുത്ത് നോക്കുകയാണ്. എന്നിന് 12 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ n+2 എന്നുള്ളത് എന്താവും? എന്നിന് 12 കൊടുക്കുക. 12 + 2 is equal to 14 എന്നാണ് വരുന്നത്. ഓക്കെ, 14 ഈസ് നോട്ട് ഈക്വൽ ടു 20. സോ എന്നിന് 12 എന്നുള്ള വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യില്ല ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ 12 എന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് നമ്മൾ എന്നിന് എന്ത് കൊടുക്കുന്നു? n is equal to 8 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ n+2 is equal to എന്നിന് 8 എന്ന് കൊടുത്തു. 8 + 2 is equal to 10 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോഴും 10 ആണ് വരുന്നത്. ഇവിടെ 20 എന്നാണ് നമുക്ക് വരേണ്ടത്. സോ 10 എന്ന് വന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? n is equal to 8 എന്ന് പറഞ്ഞ വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എന്നിന് 8 എന്ന് എടുക്കാൻ പറ്റില്ല ഈ ഇക്വേഷനിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് n is equal to 20 എന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അപ്പോൾ n+2 is equal to എന്നിന് 20 കൊടുക്കാം. 20 + 2 22. 22 എന്നാണ് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് 20 ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം? 20 LHSും RHSും ഇവിടെ ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? n is equal to 20 എന്ന് പറഞ്ഞത് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഈ ഇക്വേഷനിൽ എന്നിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് 20 എടുക്കാൻ പറ്റില്ല. സോ നമുക്ക് 20യും ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് n is equal to 0 എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. n is equal to 0. സോ നമുക്ക് LHS പാർട്ട് ചെക്ക് ചെയ്യാം. n+2 equal to 0 + 2 equal to 2. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്നാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ LHS പാർട്ടും RHS പാർട്ടും ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? 2 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. ചുരുക്കത്തിൽ ഇവിടെ ഒറ്റ വാല്യൂസും ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിയിൽ പറയുന്നത് q/2 is equal to 7. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ q എന്ന് പറയുന്നതാണ് അവിടുത്തെ വേരിയബിൾ. ക്യൂവിന് ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് എല്ലാം എടുത്ത് നോക്കണം. ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ക്യൂവിന് ആദ്യം ഞാൻ 7 എന്ന വാല്യൂ എടുക്കുകയാണ്. q = 7. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇക്വേഷൻ q/2 = 7/2. 7/2 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 7/2 തന്നെയാണ്. നമുക്ക് കിട്ടേണ്ടത് 7 എന്നാണ്. ഓക്കെ, 7 കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? q = 7 എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ക്യൂവിന് നമ്മളിവിടെ 7 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. q = 7 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. ക്യൂവിനെ നമുക്ക് 2 എന്ന് കൊടുത്തു നോക്കാം. q = 2 കൊടുക്കുമ്പോൾ q/2 is equal to എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ പ്ലേസിൽ നമ്മൾ 2 കൊടുത്തു. 2/2 എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്. ഓക്കെ, 1 ആണ് കിട്ടുന്നത്. 1 ഈസ് നോട്ട് ഈക്വൽ ടു 7. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് 7 ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പോൾ 1 കിട്ടിയത് കൊണ്ട് നമുക്ക് q = 2 എന്ന് പറയുന്നതും ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് മനസ്സിലായി. ഓക്കെ, ക്യൂവിന് നമ്മൾ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് LHSും RHSും ഡിഫറെൻ്റ് ആണ് കിട്ടുന്നത്. LHSും RHSും സെയിം കിട്ടിയാൽ മാത്രമേ ആ ഇക്വേഷൻ ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യൂവിന് നമ്മൾ 2 എന്ന് കൊടുത്തപ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ നമുക്ക് ക്യൂവിന് 2 എടുക്കാൻ പറ്റില്ല, 7 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 10 ആണുള്ളത്. q = 10. ദെൻ ഇക്വേഷൻ എന്താണ്? q/2. q/2ൽ 10ൻ്റെ പ്ലേസ് ക്യൂവിൻ്റെ പ്ലേസിൽ 10 കൊടുത്തു. 10/2 എന്ന് പറയുന്നത് 5 ആണ്. 5 നോട്ട് ഈക്വൽ ടു 7.
ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് 7 ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് 5 ആണ്. സോ നമുക്ക് എന്ത് പറയാം, Q = 10 എന്ന് പറയുന്നതും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ക്യൂവിന് ഈ ഇക്വേഷനിൽ 10 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. സോ നമുക്കിവിടെ 10 എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് Q = 14 എന്നാണ്. സോ നമുക്ക് Q/2 എന്ന് ചെക്ക് ചെയ്യാം. 14/2 ആൻസർ 7 ആണ് കിട്ടുന്നത്. നമുക്കിവിടെ RHS പാർട്ടും 7 ആണ്. സോ നമുക്ക് ക്യൂവിന് ഇവിടെ 14 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ 7 ആണ്. RHS പാർട്ടും 7 ആണ്. സോ നമുക്ക് എന്ത് പറയാം, Q = 14 എന്ന് പറഞ്ഞ വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യൂവിനെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് 14 കൊടുത്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 എന്നാണ്. ഓക്കെ, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. LHS പാർട്ടിൽ ക്യൂവിന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് RHS പാർട്ട് കിട്ടണം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിവിടെ LHS പാർട്ടാണ് Q/2 എന്ന് എടുത്തത്. ഈ Q/2ൽ നമ്മൾ 14 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടി. ആ 7 തന്നെയാണ് RHS പാർട്ടിലും കിടക്കുന്നത്. ഓക്കെ, ഇതാണ് RHS പാർട്ട്, ഇതാണ് LHS പാർട്ട്. LHS പാർട്ടിലെ വേരിയബിളിന് വാല്യൂ കൊടുക്കുമ്പോൾ RHS പാർട്ട് കിട്ടണം. അതിവിടെ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, 14 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. Q = 14 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി ക്വസ്റ്റ്യൻ ആണ്. ഡിയിൽ പറയുന്നത് എന്താണ്, P - 5 = 5. P - 5 = 5. ഓക്കെ, അതിന് കുറേ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ഒക്കെ നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ LHS പാർട്ടിൽ P എന്നുള്ള വേരിയബിളിന് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടണം, നമുക്ക് 5 എന്ന ആൻസർ കിട്ടണം. 5 എന്നുള്ള ആൻസർ എവിടെയാണോ കിട്ടുന്നത് ആ പോയിന്റ്, ആ വാല്യൂലാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആ പോയിന്റ് അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ ആണ് ഇതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് Pക്ക് ആദ്യം 0 കൊടുക്കാം. Pക്ക് 0 കൊടുക്കുമ്പോൾ 0 - 5 -5 എന്നാണ് കിട്ടുന്നത്. -5 ഒരിക്കലും 5നോട് ഈക്വൽ അല്ല. സോ നമുക്ക് എന്ത് പറയാം, P = 0 എന്നുള്ളത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്ക് 0 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റില്ല Pക്ക്. നെക്സ്റ്റ് Pക്ക് 10 എടുത്ത് നോക്കാം. P = 10 കൊടുക്കുമ്പോൾ P - 5 = Pക്ക് 10 കൊടുക്കുക. 10 - 5 = 5. ഓക്കെ, അപ്പം എന്താണ്, P = 10 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, Pക്ക് 10 എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് P - 5 ചെയ്ത് 10 - 5 ചെയ്തപ്പോൾ 5 എന്നാണ് കിട്ടിയത്. LHS പാർട്ടും RHS പാർട്ടും ഈക്വലായി. സോ നമുക്ക് എന്ത് പറയാം, P = 10 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. P = 10 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് 5 എടുത്ത് നോക്കാം. P = 5 കൊടുക്കുമ്പോൾ P - 5 = 5 - 5 0 എന്നാണ് വരുന്നത്. 0 ≠ 5 ആണ്. സോ നമുക്ക് എന്താ, LHSും RHSും ഡിഫറെൻ്റ് ആണ്. സോ P = 5 എന്നുള്ള വാല്യൂ ഇവിടെ എടുക്കാനായിട്ട് പറ്റത്തില്ല. നെക്സ്റ്റ് -5 എടുത്ത് നോക്കാം. P = -5 എടുത്തു. -5 എടുക്കുമ്പോൾ LHS പാർട്ട് ചെക്ക് ചെയ്യാം. Pക്ക് എന്ത് കൊടുക്കണം, -5 എന്ന് കൊടുക്കണം. -5 - 5 = രണ്ടും കൂടി കൂട്ടി മൈനസും കൂടെ പ്ലസ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ആഡ് ചെയ്ത് സെയിം സൈൻ ഇട്ട് കൊടുക്കണം. സോ -10 എന്നാണ് ആൻസർ വരിക. നമുക്ക് ആൻസർ വരേണ്ടത് 5 എന്നായിരുന്നു. സോ -10 ≠ 5. ഓക്കെ, അപ്പോൾ LHS പാർട്ടും RHS പാർട്ടും ഡിഫറെൻ്റ് ആണ്. LHS പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, RHS പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ LHS പാർട്ടിൽ Pക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ RHS പാർട്ടിലെ വാല്യൂ കിട്ടണം. അപ്പോൾ അത് കിട്ടുന്നില്ല. ഈ ഒറ്റ കേസിലും ആകെ കൂടെ P = 10 എന്നുള്ള കേസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ P = 10 മാത്രമാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ബാക്കിയൊന്നും ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏതെടുക്കാം, 10 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി വാല്യൂസ് ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഈൽ എന്താ പറയുന്നത്, R - 4 = 0. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇവിടുത്തെ വേരിയബിൾ 6 ആണ്. ഇതാണ് ഇതിൻ്റെ LHS പാർട്ട്, ഇതാണ് RHS പാർട്ട്. ഓക്കെ, അപ്പോൾ Rന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന ആൻസർ കിട്ടണം.
അപ്പോൾ ആറിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് നോക്കാം. ആർ ഇസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്ത് നോക്കാം. ആറിന് 4 കൊടുക്കുമ്പോൾ ആർ മൈനസ് 4 4 കൊടുത്താൽ 4 മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അതായത് LHS ഇസ് ഈക്വൽ ടു RHS. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 4 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ 4 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ്. സോ നമുക്ക് 4 എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് -4 കൊടുത്ത് നോക്കാം ആറിന്. ആർ ഇസ് ഈക്വൽ ടു -4 കൊടുക്കുമ്പോൾ ആർ മൈനസ് 4 ഇസ് ഈക്വൽ ടു -4 ആൻസർ -8 എന്നാണ് വരുന്നത്. നമുക്ക് കിട്ടേണ്ടത് 0 ആയിരുന്നു. LHS നോട്ട് ഈക്വൽ ടു RHS ആണ്. സോ നമുക്ക് എന്ത് പറയാം, -4 ഇതിൻ്റെ സൊല്യൂഷൻ അല്ല. നെക്സ്റ്റ് ആറിന് 8 എന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ആർ -4 ഇസ് ഈക്വൽ ടു 8 - 4 ഇസ് ഈക്വൽ ടു 4 എന്നാണ് ആൻസർ വരുന്നത്. 4 നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, LHS പാർട്ടും RHS പാർട്ടും ഇവിടെ ഈക്വൽ അല്ലാത്തത് കൊണ്ട് ആർ ഇസ് ഈക്വൽ ടു 8 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറയാം. ആറിന് 8 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റത്തില്ല ഈ ഇക്വേഷനിൽ. ക്ലിയർ? നെക്സ്റ്റ് 0 എടുത്ത് നോക്കാം ആറിന്. ആർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ LHS പാർട്ട് എന്താ വരുന്നത്, ആർ -4. ആറിന് 0 കൊടുക്കുക. 0 - 4 -4 എന്നാണ് വരുന്നത്. 4 എന്നാണ്. അപ്പോൾ -4 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു RHS പാർട്ടാണ്. RHS പാർട്ടിൽ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ -4 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ അല്ലല്ലോ ഇത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. ആറിന് നമ്മളിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ കൂടെ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ആർ ഇസ് ഈക്വൽ ടു 4 എന്നുള്ള കേസിൽ മാത്രമാണ്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 4 എന്നുള്ള കേസിലാണ് LHS പാർട്ടും RHS പാർട്ടും ഈക്വൽ ആയിട്ട് വരുന്നത്, രണ്ടിൻ്റെ വാല്യൂ 0 വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. x+4 ഇസ് ഈക്വൽ ടു 2. x+4 ഇസ് ഈക്വൽ ടു 2. അതിനകത്ത് F ക്വസ്റ്റ്യൻ ആണ്. x+4 ഇസ് ഈക്വൽ ടു 2. ഓക്കെ, ദെൻ എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. ഇതാണ് ഇതിൻ്റെ LHS പാർട്ട്, ഇതാണ് RHS പാർട്ട്. അപ്പോൾ ഈ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് 2 എന്ന ആൻസർ വരണം. അപ്പോൾ എക്സിന് ആദ്യം നമ്മൾ -2 കൊടുക്കുകയാണ്. എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ -2 + 4 ആൻസർ വരുന്നത് 2 എന്നാണ്. ഓക്കെ, അപ്പോൾ -2 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട് എക്സിന് ഇവിടെ -2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് RHSനോട് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 2 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ -2 എന്നുള്ളത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. നെക്സ്റ്റ് എക്സിന് 0 എന്ന് കൊടുത്ത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + 4 എന്നാണ് കിട്ടുന്നത്. ഈ 4 എന്ന് പറയുന്നത് 2വിനോട് ഈക്വൽ അല്ല. LHS പാർട്ട് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആണ്. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് 2 ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാം, x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഈ ഇക്വേഷനിൽ LHS പാർട്ടിലെ എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറും ഇതിൻ്റെ RHS പാർട്ടും ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷനിൽ x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യില്ല. x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. നെക്സ്റ്റ്, അപ്പോൾ 0 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നമ്മൾ 2 എടുത്തു എക്സിന്. അപ്പോൾ x ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ x+4 ഇസ് ഈക്വൽ ടു, അപ്പോൾ എക്സിന് 2 കൊടുക്കുക. 2 + 4 6 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലെ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് 6 ആണ്. നമുക്ക് 2 കിട്ടിയാൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം, x ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. x ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. സോ നമുക്ക് 2 എടുക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് x ഈക്വൽ ടു 4. എക്സിന് 4 എന്ന് കൊടുത്തു നോക്കാം. x 4 കൊടുക്കുമ്പോൾ x+4 ഇസ് ഈക്വൽ ടു എക്സിന് 4 + 4 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 4 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് 8 എന്നാണ്. വരേണ്ടത് 2 എന്നായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, x ഈക്വൽ ടു 4 എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷൻ അല്ല. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. സോ നമുക്കിവിടെ 4 എന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാതും മനസ്സിലായി. ഇതിനകത്ത് എവിടെയൊക്കെയാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്നും
സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസും മനസ്സിലായി. ഓക്കെ, ഇവിടെ n+2 = 20 ഒന്നും സാറ്റിസ്ഫൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ